അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെയും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നാലേ നമ്മുടെ സംസാരത്തിനിക്ക് ഒരു വില ഉണ്ടാവുകയുള്ളൂ. അത് നാം ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാരുടെ സംസാരത്തിലേക്ക് ഒരു വില ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അയാൾ ആ സംസാരിക്കേണ്ട രൂപത്തിൽ, സംസാരിക്കേണ്ട ശൈലിയിൽ, സംസാരിക്കേണ്ട സമയത്ത് അല്ല അദ്ദേഹം സംസാരിക്കുന്നത്. എന്തോ വായിൽ നാക്കുണ്ടു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന ആരും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിനിക്ക് നല്ല വില ഉണ്ടാകണമെങ്കിൽ, ഗൗരവമുണ്ടാകണമെങ്കിൽ, നമ്മുടെ സംസാരത്തിനിക്ക് ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെയും നാം ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നാം സംസാരിക്കുമ്പോൾ ചിന്തിച്ചേ സംസാരിക്കണം. എവിടെയാണോ ഞാൻ സംസാരിക്കേണ്ടത്, എന്താണോ സംസാരിക്കേണ്ടത്, ആരോടാണോ സംസാരിക്കേണ്ടത് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ഒരു സംസാരം കൊണ്ട് എത്രയോ ബുദ്ധിമുട്ട് നാം പിന്നീട് അനുഭവിക്കേണ്ടി വരും. സംസാരിച്ചിട്ട് പിന്നെ ഖേദിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യം ചിന്തിക്കുക, ആദ്യം വേണ്ടതുപോലെ ചിന്തിച്ച് പിന്നീടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടോ സംസാരിച്ചതിൻ്റെ പേരിലോ ഒരു വിഷമമോ അനുഭവിക്കേണ്ടി വരികയില്ല. അപ്പോൾ ഏത് സംസാരിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും സംസാരത്തിനെ കുറിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ഇവിടെ സംസാരിക്കാൻ പറ്റുമോ? ഇയാളോട് സംസാരിക്കാൻ പറ്റുമോ? ഈ വിഷയം ഇങ്ങനെ ഇവിടെ പറഞ്ഞാൽ പറ്റുമോ? പറഞ്ഞാൽ എന്താണ് ഗുണമുണ്ടാവുക, എന്താണ് ദോഷമുണ്ടാവുക എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അതാണ് വളരെ പ്രധാനപ്പെട്ട് നമ്മുടെ സംസാരമായി നാം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തൊരു കാര്യം, നാം ഒരാളോട് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ മാത്രം സംസാരിക്കുന്ന ഒരു സ്വഭാവം ആകരുത്. അയാൾക്കും എന്തെങ്കിലും നമ്മളോട് കുറേ പറയാനുണ്ടാകും. അയാൾ പറയുന്നതും കൂടി നാം കേൾക്കണം. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണല്ലോ എൻ്റെ സംസാരം രണ്ടാൾക്കാർ കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള ഒരാൾ അയാൾ എൻ്റെ സംസാരം കേൾക്കണമെന്ന് നാം എത്രമാത്രം ആഗ്രഹിക്കുന്നോ അതേപോലെ തന്നെ അയാളും ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു എന്നത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ മുമ്പിലുള്ള, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അവർക്ക് സംസാരിക്കാൻ യാതൊരു അവസരം നമ്മൾ നൽകുന്നില്ല. നമ്മളിങ്ങനെ അയാൾ കേൾക്കുന്ന ആൾ എന്ന് പറഞ്ഞ് എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചു പോകും. പക്ഷേ അയാൾ കേട്ടിരിക്കുന്നതായിരിക്കാം, പക്ഷേ നിങ്ങളൊരിക്കലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നതുണ്ടായിരിക്കില്ല. അയാൾ ഏതായാലും ഇപ്പോൾ കേൾക്കണമല്ലോ, കേട്ടില്ലെങ്കിൽ ഇയാൾക്ക് വിഷമമാകുമല്ലോ എന്ന് ചിന്തിച്ചായിരിക്കാം അദ്ദേഹം ഇങ്ങനെ കേട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കൂടി സംസാരിക്കാൻ അവസരം കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ശ്രദ്ധയോട് കേൾക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു നാക്ക് തന്നിട്ടുള്ളത് ഒന്നാണ്, അതേ സമയത്ത് ചെവി തന്നിട്ടുള്ളത് രണ്ടാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? പറച്ചിൽ കുറവാക്കുക, കേൾക്കല് അധികമാക്കുക എന്നല്ലേ ഇതിൻ്റെ ഉദ്ദേശം. മറ്റുള്ളവരുടെ സംസാരം നല്ല സൗമ്യത്തോടുകൂടെ, നല്ല സാവധാനത്തോടുകൂടെ, സബറോടുകൂടെ, ക്ഷമയോടുകൂടെ കേൾക്കാൻ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. അത് വലിയ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഒരാളുടെ സംസാരം കേൾക്കുന്നുണ്ട് എന്നെങ്കിൽ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടും. അത് വലിയൊരു സ്വഭാവമാണ്. ഇനി ഒരാൾക്ക് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുത്താൽ ഒരിക്കലും അദ്ദേഹത്തിന് നാം തടസ്സപ്പെടുത്താതിരിക്കണം. അതും കൂടി വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിനൊക്കെ പറയാനുള്ളതൊക്കെ അദ്ദേഹം പറയട്ടെ, പറയുന്നതൊക്കെ അദ്ദേഹം പറയട്ടെ, ഒന്ന് കേൾക്കുക.
സംസാരത്തിൻ്റെ മധ്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഒരിക്കലും പോലും നമുക്കുണ്ടാകരുത്. അത് നമ്മുടെ സംസാരമായി ഒന്ന് ചിന്തിച്ചാൽ അത് എത്രമാത്രം വിഷമമുണ്ടാക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മളൊരു കാര്യം ഒരാളോട് ഒന്ന് നല്ല നിലക്ക് വിശദീകരിക്കണമെന്ന് നമ്മളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അദ്ദേഹം എന്തെങ്കിലും ഇങ്ങോട്ട് തടസ്സപ്പെടുത്തി ആ സംസാരത്തിന് നിർത്തേണ്ടി വന്നാൽ എത്രമാത്രം വിഷമം നമുക്കുണ്ടാകും എന്നത് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഒരാളെ സംസാരം വളരെ ഗൗരവത്തോട് കേൾക്കുക, അതോടുകൂടെ സംസാരത്തിൻ്റെ ഇടയിൽ കയറി ഒരിക്കലും സംസാരിക്കാൻ പോകരുത്. അയാൾ സംസാരിക്കുന്നിടത്തോളം അദ്ദേഹം സംസാരിക്കട്ടെ എന്നൊരു സ്വഭാവം കൂടി നാം ഉണ്ടാക്കിയിരിക്കണം. അവസാനമായി അവിടെ പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ പറഞ്ഞതെല്ലാം നാം വിശ്വസിക്കാനും കൂടി പോകരുത്. അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ രണ്ടാൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരിക്കലും പോകരുത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ പോലും ഞാൻ മറ്റൊരാൾ ഒരു രണ്ടാളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട്, രണ്ടാളിലേക്ക് ഈ വിഷയം പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുമായി ആ വിഷയത്തിന് നാം എത്തിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരിക്കലും പോലും പറയുന്നതൊക്കെയും നാം വിശ്വസിച്ച് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തിലേക്ക് നാം എത്തിക്കുന്നൊരു സ്വഭാവം കൂടി നമുക്ക് ഉണ്ടാകരുത്. ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ചില വിഷയങ്ങളൊക്കെയും നമ്മുടെ സംസാരവുമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ സംസാരിച്ചാൽ എവിടെയും നമ്മുടെ സംസാരത്തിനേക്ക് ഒരു വിലയുണ്ടാകും, ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു കേൾക്കും എന്ന് മാത്രമല്ല നമ്മുടെ സംസാരം കൊണ്ടും എവിടെയും നാം കുടുങ്ങില്ല. സംസാരിച്ചതിൻ്റെ പേരിൽ നാം ഒരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല എന്നൊരു ബോധം നമുക്കുണ്ടാകണം. വളരെ ചിന്തിച്ച് സംസാരിക്കുക, സംസാരിച്ച് ചിന്തിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.